ശശികല ടീച്ചർ, ഞാൻ ടീച്ചറോട് ചോദിക്കുന്നില്ല. ടീച്ചർ നേരത്തെ എന്തോ പറയാൻ ഉദ്ദേശിച്ചിരുന്നു, അതിന് സമയം കിട്ടിയില്ല. അത് പറയാം, അവതരിപ്പിക്കാം. ഇവിടെ CPM-ന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി അദ്ദേഹത്തിന് എന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി തോന്നുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ ഭാഷയെ പറ്റി പറഞ്ഞത്, ആ ഭാഷയ്ക്ക് ബഹുമാനം ഇല്ല എന്നോ ആ ഭാഷയ്ക്ക് മറ്റേ പകിട്ടില്ല എന്നോ ക്ലാസിക് അല്ല എന്നോ ഒന്നും അല്ല പറഞ്ഞത്. അപ്പൊ നേരത്തെ അനിൽജി പറഞ്ഞതുപോലെ തന്നെ അരി എത്ര എന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന് പറയുന്ന ആ CPM-ന്റെ സ്വഭാവത്തെയാണ് ഞാൻ പറയുന്നത്. അത് പോളിറ്റ് ബ്യൂറോ മുതൽ പാളയിൽ കിടക്കുന്ന കുട്ടി വരെ ആ ഒറ്റ സ്വരത്തിലാണ് സംസാരിക്കാറുള്ള. അത് അവരുടെ സംസാരത്തിന്റെ ഒരു രീതിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അത് അദ്ദേഹത്തിന്റെ ഭാഷയെ പറ്റിയല്ല പറഞ്ഞത്. ഇപ്പൊ ഏതായാലും ഒരു പുതിയ വിവാദം കൊണ്ടുവരുന്നു. അതായത് സ്ത്രീകളെ കയറ്റിയത് CPM അല്ല എന്ന് പറയാച്ചാൽ അതിന് പാർട്ടിയുടെ ഒരു പിന്തുണ ഇല്ല എന്ന് പറഞ്ഞു. എങ്കിൽ ശരിയാണ്. 2018 സെപ്റ്റംബർ മാസം 28 കോടതി വിധി വന്ന വഴിക്ക് സന്നിധാനത്ത് യുവതികൾക്ക് വേണ്ടി ടോയ്ലറ്റ് ഉണ്ടാക്കും എന്ന് പ്രഖ്യാപിച്ച ദേവസ്വം മന്ത്രി RSSന്റെ ആയിരുന്നു. അദ്ദേഹം ഉടനെ പത്രക്കാരെ കണ്ടതും പറഞ്ഞത് ടോയ്ലറ്റ് അവിടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത് മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നില്ല. ഉടനെ യുവതികളെ അവിടെ ഇനി വലിയ തോതിൽ യുവതികൾ വരാൻ പോവുകയാണ്. പത്രക്കാർ ആദ്യത്തെ ചോദ്യത്തിന് അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ ഉത്തരവ് അതായിരുന്നു, ഞങ്ങൾ അവിടെ യുവതികൾക്ക് വേണ്ടി ടോയ്ലറ്റുകൾ വലിയ തോതിൽ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. നാട് മുഴുവൻ നവോത്ഥാന സദസ്സുകൾ നടത്തിയത് RSS ആയിരുന്നു. നവോത്ഥാന മതില് കെട്ടിയത് RSS ആയിരുന്നു. ഇവർക്കൊക്കെ തന്നെ പിന്തുണ കൊടുത്തത് അത് നേരത്തെ പറഞ്ഞു. പോലീസ് എത്രമാത്രം അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇനി അതൊക്കെ പോട്ടെ, ഈ രണ്ടെണ്ണത്തെ അവിടെ കൊണ്ടുപോയി പോലീസുകാരുടെ സഹായത്തോടു കൂടി പോലീസുകാർ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് ആ വീഡിയോ പുറത്തെത്തി കഴിഞ്ഞപ്പോ അന്ന് മുഖ്യമന്ത്രി ചിരിച്ചൊരു ചിരിയുണ്ട്. ഞങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ബാക്കിയെല്ലാം ഒരുപക്ഷെ മറക്കാം. എന്നെ സംബന്ധിച്ചൊക്കെ വ്യക്തിപരമായി ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടുന്ന്. അതൊക്കെ നമ്മൾ ഒരുപക്ഷെ മറന്നു വരും. കാരണം സംഘടനാ പ്രവർത്തകർ എന്ന നിലയിൽ നമ്മൾ അതൊക്കെ മറക്കാൻ ബാധ്യസ്ഥർ, അല്ലെങ്കിൽ മറക്കുകയും ചെയ്യും. പക്ഷെ അന്ന് മുഖ്യമന്ത്രി ചിരിച്ച ഒരു ചിരിയുണ്ട്. ആചാരം ലംഘിക്കപ്പെട്ടു, യുവതി കയറി എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, അദ്ദേഹം അതിന്റെ അടുത്തപടി കൂടി ചോദിക്കുകയുണ്ടായി. എന്നെ മറ്റേ സിനിമയിൽ ഇന്നസെന്റ് പറഞ്ഞ എന്നെ മാത്രമാണെന്ന് പറഞ്ഞവരെ വളരെ കൃത്യമായ സൂചന നൽകിക്കൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, പിന്നെ യുവതി കയറിയാൽ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞവർ ആത്മഹത്യ ചെയ്യുന്നില്ലേ? ഞാൻ എവിടെയും അങ്ങനെ സംസാരിച്ചില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഈ CPM-ന്റെ ഭാഷ കൊണ്ട് അവരെവിടെയോ പറഞ്ഞുണ്ടാക്കി എന്നുള്ളതല്ലാതെ എന്റെ പ്രസ്ഥാനം എന്നെ പഠിപ്പിച്ചിരിക്കുന്ന ആത്മഹത്യയെ പറ്റിയല്ല. ഏതറ്റം വരെയാണോ പൊരുതന്റെ ശത്രുനാശം വരുത്തുന്നത് വരെ പൊരുതി മുന്നോട്ട് പോകാനാണ് എന്നെ പ്രസ്ഥാനം പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ആ മുഖത്ത് നോക്കി ഒരു മുഖ്യമന്ത്രി ചോദിക്കുകയാണ്, യുവതി കയറി ആത്മഹത്യ ചെയ്യുന്നില്ലേ? അതിപ്പോഴും പബ്ലിക് ഡൊമൈനിൽ അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ ലഭ്യമാണ്. ഇത്രയൊക്കെ നിൽക്കുമ്പോഴും പറയുകയാണ് അത് ഞങ്ങൾ പാർട്ടി അതിൽ ഇടപെട്ടിട്ടില്ല. പാർട്ടി പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു നവോത്ഥാന മതില് കെട്ടിയത്? കേരളത്തിലെ വെള്ളപ്പൊക്കം തടയാൻ വേണ്ടിയായിരുന്നു. അത് ഡച്ച് സാങ്കേതിക വിദ്യയായിട്ട് പഠിച്ചു വന്നതാണ്. ഇനി കേരളത്തിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുമ്പോൾ ആളുകളെ നിർത്തിയിട്ട് മതില് കെട്ടിയിട്ട് സംരക്ഷിക്കാം എന്നുള്ളത് കൊണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ മതേതരം എന്നൊക്കെ പറഞ്ഞല്ലോ, ആ മതേതരമായ നവോത്ഥാന മതില് കെട്ടിയതിന്റെ ദുരുദ്ദേശം എന്തായിരുന്നു? പിന്നെ അദ്ദേഹം ചോദിച്ചു അതാണ് ഞാൻ നേരത്തെ പറയാൻ പുറപ്പെട്ടത്. അതായത് പന്തളത്ത് വന്നവരുടെ പേര് വിവരങ്ങൾ തരാൻ സാധിക്കുമെന്ന് വെച്ചു. തരാൻ സാധിക്കും. പന്തളത്ത് സെമിനാറിനാണ് ക്ഷണിച്ചിരിക്കുന്നത്. ക്ഷണിച്ച് നമ്മൾ വരുത്തിയിരിക്കുന്നത് സെമിനാറിനാണ്. സംഘടനാ ഭാരവാഹികളെ, ഭക്തജന സംഘടനകളെ, സന്യാസി വര്യന്മാരെ, അയ്യപ്പ ഭക്ത സംഘടനകളെ, വിവിധ സംസ്ഥാനങ്ങളിലെ അയ്യപ്പ ഭക്തരെ നമ്മൾ ക്ഷണിച്ച് കൃത്യമായി നോട്ടീസ് കൊടുത്ത് നമ്മൾ വരുത്തിയിരിക്കുന്നത് സെമിനാറിനാണ്. ആ സെമിനാറിന് വന്ന ആളുകളെ മുഴുവൻ നമ്മൾ അവിടെ സ്പോട്ട് രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. അതിന്റെ മുഴുവൻ എത്ര സംഘടനകളുണ്ട്, അതിന്റെ സമുദായത്തിന്റെ നേതാക്കൾ ആരൊക്കെയാണ്, ആചാര്യന്മാരായിട്ട് എത്ര പേരാണ് വന്നിരിക്കുന്നത്, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്ര പ്രതിനിധികൾ വന്നിട്ടുണ്ട്, അയ്യപ്പ ഭക്ത സംഘടനകൾ എത്രയുണ്ട്, ഭക്തജന സംഘടനകൾ എത്രയുണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ കണക്കും ഹൈന്ദവ സംഘടനകളുടെ ശബരിമല കർമ്മസമിതിയുടെ കയ്യിലുണ്ട്. വളരെ കൃത്യമായ കണക്കുണ്ട്. വന്നവരാര്, ആരാണ് അതിനെ റെപ്രസെന്റ് ചെയ്ത് വന്നിരിക്കുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. അല്ലാതെ വായി തോന്നിയതുപോലെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അത്ര വന്നു ഇത്ര വന്നു എന്ന് പറയേണ്ട കാര്യമില്ല. ഒരു പക്ഷേ സെമിനാറൊക്കെ തുടങ്ങിയതിന് ശേഷം പിടുത്തം വിട്ടിട്ടുണ്ട്. കാരണം നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ള ആളുകൾ പിന്നീട് അവിടെ വരികയുണ്ടായി. ക്ഷണിച്ചതിനപ്പുറമുള്ള ആളുകൾ വരികയുണ്ടായി. പക്ഷെ നമ്മളെ ക്ഷണിച്ചതിനനുസരിച്ചാണ് രജിസ്ട്രേഷൻ ഫോമുകൾ തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ ഒരു സെമിനാറൊക്കെ തുടങ്ങിയ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രജിസ്ട്രേഷൻ ഫോം തീരണ ഒരവസ്ഥയുണ്ടായി. അപ്പൊ അതുവരെ വന്നവരാരാണ് എന്നുള്ളത് കൃത്യമായ എല്ലാ രേഖയും ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ആർക്ക് വേണമെങ്കിലും പുറത്ത് പ്രസിദ്ധീകരിക്കുന്നതിനോ കൊടുക്കുന്നതിനോ ശബരിമല കർമ്മസമിതിയെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. അപ്പൊ അത്തരം ഒരർത്ഥത്തിലാണ് ചോദിച്ചത്. ഇവിടെ ക്ഷണിച്ചിട്ടാണ് പമ്പയിൽ വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയാള് വന്നു അത്രയാള് വന്നു എന്ന് കമ്മട്ട കണക്ക് പറയാതെ വന്നവരാരൊക്കെയാണ്, അവരുടെ പദവി എന്താണ്, എന്തുകൊണ്ട് അവർ ക്ഷണിക്കപ്പെട്ടു എന്ന് സാധാരണക്കാരന് മനസ്സിലാവണം. അവിടെ രഹസ്യ സമ്മേളനം അല്ലല്ലോ നടത്തിയത്. പാനായിക്കുളത്ത് സിമി നടത്തിയ പോലുള്ള സമ്മേളനമൊന്നും അല്ലല്ലോ നടത്തിയത്. അതുകൊണ്ട് ആരാണ് വന്നത്, എന്താണ് എന്നുള്ളത് എന്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചുകൂടാ? ഇങ്ങനെ വാക്കുകൊണ്ട് കസർത്ത് നടത്തണ്ടല്ലോ. അത്ര വന്നു, അത് പന്തല് വലുതായി പോയത് കൊണ്ടാണ്, പന്തളത്ത് പന്തല് ചെറുതായി പോയത് കൊണ്ടാണ്, ഇങ്ങനെയുള്ള ന്യായീകരണങ്ങളോ അല്ലെങ്കിൽ AI സാങ്കേതിക വിദ്യയാണ്, ഇതൊന്നും പറയണ്ടല്ലോ. ഇത്ര ആളുകൾ വന്നു, അവരുടെ
കൃത്യമായ അഡ്രസ്സ് അതടക്കം കൊടുത്താൽ വായടഞ്ഞു പോവില്ലേ ഞങ്ങളുടെയൊക്കെ. ഇതിനെ എതിർക്കുന്ന ഞങ്ങളുടെയൊക്കെ വായടക്കലാണ് ഉദ്ദേശമെങ്കിൽ അവർ നൽകേണ്ടത് കൃത്യമായ കണക്ക് അവിടെ രേഖപ്പെടുത്തണം. അപ്പോ ഇവിടെ നേരത്തെ പിന്നെ പറഞ്ഞതുപോലെ തന്നെ ബിജെപിയുടെ പ്രതിനിധി പത്മനാഭൻ പറഞ്ഞതുപോലെ തന്നെ ഇത് വോട്ട് തട്ടാനുള്ള ഒരു ജാടയാണ്. പക്ഷെ അയ്യപ്പ ഭക്തർ അതിൽ വീഴില്ല എന്നുള്ളത് വേറെ കാര്യം. ഇപ്പൊ അവർക്ക് ഇതുവരെ ഹിന്ദു എന്ന് പറഞ്ഞാൽ ചതുർത്ഥിയായിരുന്നു. ഹിന്ദുവിന്റെ എല്ലാം അവരെ സംബന്ധിച്ച്, കാരണം ഗണപതി തൊട്ടങ്ങോട്ട് എല്ലാം മോശമായിരുന്നു. ഒരു SFIക്കാരൻ ഒരു കോളേജിൽ ഒരു മാഗസീൻ ഇറക്കിയാൽ അതിൽ 100 പേജ് ഉണ്ടെങ്കിൽ 99 പേജിലും ഏതെങ്കിലും ഹിന്ദു വിരുദ്ധമായ കാര്യങ്ങൾ എഴുതും. ഏതെങ്കിലും തരത്തിലുള്ള ദേവീദേവന്മാരെ ആക്ഷേപിച്ചുകൊണ്ടും ഭാരതമാതാവിനെ ആക്ഷേപിച്ചുകൊണ്ടും അവരെ ഒരു തരം കഴുത കാമം കരഞ്ഞു തീർക്കണ മാതിരിയാണ്. കുട്ടികളുടെ കലാസൃഷ്ടിയല്ല അവിടെ വരിക. ഒരു ഹൈസ്കൂൾ മാഗസീൻ ആണെങ്കിൽ പോലും അതിനകത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ തിരികെ കയറ്റാൻ ശ്രമിക്കും. ഞാനൊരിക്കൽ ഒരു യൂണിവേഴ്സിറ്റിയിലെ മാഗസീൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ തോന്നുന്നു എനിക്ക്, അതിൽ തെറി പദങ്ങൾ മാത്രം എടുത്തത്. അതിന്റെ പേര് തന്നെ അങ്ങനെ എന്തോന്നാണ് ഇട്ടിടാൻ കൊടുത്തത്. ആ തെറി പദങ്ങൾക്കൊക്കെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്നുണ്ട്. അവരാണ് ഇപ്പൊ നീ എന്ന് വിളിച്ചതിന്റെ പേര് കേസ് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ചിന്തിക്കണം, നീ എന്ന് വിളിച്ചതിന്റെ പേര് കേസ് കൊടുക്കുന്നവര് ഈ തെറി പദങ്ങളൊക്കെ ക്ലാസിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറിപദങ്ങളൊക്കെ ക്ലാസിക് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കോളേജ് മാഗസീനിലാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ആ മാഗസീൻ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി ആ ഓരോ വാക്കിനെ പറ്റി പറഞ്ഞു. അപ്പൊ ഇങ്ങനെ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ടത്, ഈ നാടിന്റെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടത് എല്ലാം എതിർത്ത് നടന്നവർ ഇപ്പൊ പെട്ടെന്ന് വേഷം മാറി വരുമ്പോൾ മാരീജനെ തിരിച്ചറിയാൻ ഒരുപക്ഷെ സീതാദേവിക്ക് മാരീജനെ തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടുണ്ടായ ബുദ്ധിമുട്ട് എന്താണ് എന്നറിയാൻ തന്നെ അത് പഠിക്കാനാണ് രാമായണം പഠിക്കുന്നത്. മാരീജൻ പൊന്മാനാണ് എന്ന് സീതാദേവിക്ക് അറിഞ്ഞിരുന്നുവെങ്കിൽ പിന്നീട് അങ്ങോട്ടുണ്ടായിരുന്ന ദുരിതങ്ങളൊന്നും ഉണ്ടാകില്ല. അപ്പൊ ആ മാരീജന്റെ പിന്നിലെ പൊന്മാനെയും പൊന്മാനെ പറഞ്ഞയച്ച രാവണനെയും ഒക്കെ തിരിച്ചറിയാത്തത് കൊണ്ടാണ് ലക്ഷ്മി ദേവിയായ സീതാദേവിയുടെ പോലും ജീവിതത്തിലെ ചിരി അവിടെ വെച്ച് അവസാനിച്ചത്. അതുകൊണ്ട് അതൊക്കെ രാമായണം പാഠമാണ്. അതുകൊണ്ട് ഈ വേഷം കെട്ടി വരുന്ന മാരീജന്മാരെ രാമഭക്തന്മാർക്ക് മാത്രമല്ല അയ്യപ്പ ഭക്തന്മാർക്കും തിരിച്ചറിയാൻ സാധിക്കും. ഈ വേഷം കെട്ടുകൊണ്ടൊന്നും ആരും വീഴില്ല. മാത്രമല്ല ഇനി ആചാര ലംഘനത്തിനോ ഇതിന്റെ പേരിൽ പണം ഉണ്ടാക്കാനോ ഉള്ള ശ്രമം ഉണ്ടെങ്കിൽ അതിനെ നഖശിഖാന്തം എതിർക്കാൻ, അത്തരത്തിൽ ഒരു നയാ പൈസ പോലും അയ്യപ്പ ഭക്തരുടെ പേരിൽ പാർട്ടി ഫണ്ടാക്കി മാറ്റാനോ അല്ലെങ്കിൽ വ്യക്തികളുടെ സമ്പത്താക്കി മാറ്റാനോ സമ്മതിക്കില്ല. ഞങ്ങൾക്കിതിപ്പോ പറയാനുള്ള ആത്മവിശ്വാസം ഉണ്ട്. കാരണം പന്തളത്ത് വന്ന അയ്യപ്പ ഭക്തരാണ് ഞങ്ങൾക്ക് അത്തരത്തിലൊരു ആത്മവിശ്വാസം നൽകുന്നത്. ജനശക്തി തന്നെയാണ് അതിന്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് അഴിമതി കാണിക്കാമെന്നോ അതുമല്ലെങ്കിൽ ആചാര ലംഘനം നടത്താമെന്നോ ഉള്ള യാതൊരു മോഹവും CPM വേണ്ട.